മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മൂന്നാമത്തെ ദൃശ്യത്തിൻ്റെ ചൽക്കർ ഹേം കെ ഹാത്ത് മസ്ബൂത്ത് കരയും എന്ന ഭാഗം വരെയാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മൂന്നാമത്തെ ദൃശ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒപ്പം തന്നെ രാജാക്കെ ചരിത്രയ്ക്ക് വിശേഷതായേം എന്ന് പറയുന്ന ഒരു ചോദ്യം പേജ് നമ്പർ 88 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. സേനാപതി പ്രവേശിച്ചു. രാജ: തും പരേശാൻ നസർ ആ രഹേ ഹോ, നിങ്ങൾ അസ്വസ്ഥനായി കാണുന്നല്ലോ. സേനാപതി: जी महाराज, सारी बातें सुनने पर आप ही परेशान हो जाएंगे. അതേ മഹാരാജാവേ, കാര്യങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ താങ്കൾക്കും അസ്വസ്ഥനാകും. രാജ: ഐസി ക്യാ ബാത്ത് ഹേ, എന്താണ് അക്കാര്യം? ഇപ്പോൾ സേനാപതി: ജിസ് കാരൻ സേ യഹ് ലഡായി ലഡി ജാനി ഹേ വേ ഉസേ ടീക്ക് നഹിം സമച്തേ എന്ന് പറഞ്ഞു. എന്താണ് ഈ പോരാട്ടത്തിൻ്റെ കാരണം? എന്താണെന്നാണോ അവർ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് സേനാപതി പറഞ്ഞപ്പോൾ രാജാ പറയാണ്, इससे तो यही साबित होता है कि लड़ाई के कारण का प्रचार करने में तुमने ध्यान नहीं दिया था. പോരാട്ടത്തിൻ്റെ കാരണം പ്രചരിപ്പിക്കുന്നതിൽ താങ്കൾ പരാജയപ്പെട്ടു കാണുന്നു. ഇതാണ് ഇത് തെളിയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് രാജാ പറഞ്ഞപ്പോൾ സേനാപതി പറയാണ്, ഉധർ ലഡായി ചൽ രഹി ഹേ, സബ്സെ പകലെ മുച്ചെ വഹാം പൗഞ്ചന ഹോഗ. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് അവിടേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറയാണ്, ഐസകി കരു, അങ്ങനെ തന്നെ ചെയ്യൂ. മൈ പർ യാദ് രഹിന, പക്ഷെ ഓർമ്മിച്ചോളണം, വിദ്രോഹിയുങ്കോ മാഫ് നഹിം കിയാ ജായക, വിദ്രോഹികൾക്ക് ശത്രുക്കൾക്ക് ഒരിക്കലും എന്തു കൊടുക്കരുത്, മാപ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു സൈനികൻ പ്രവേശിക്കുന്നു. സൈനികൻ: സേനാപതി ജി, ഹം ലോഗ് ഹാർ ഗേ, നമ്മൾ എന്ത് ചെയ്ത് പരാജയരായി. അപ്പം സേനാപതി: ഹാർ ഗേ, പരാജയപ്പെട്ടെന്നോ? ക്യാ കഹത്തെ ഹോ, എന്താണ് പറയുന്നത്? അഭിത്തോ ലഡായി ശുരു ഹുയി ധേ, ഇപ്പോൾ യുദ്ധം അങ്ങോട്ട് പോരാട്ടം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ സൈനികർ: ഹമാരെ ലോഗ് ബഡി സംഖ്യാമേം ഭാഗ് രഹേ, നമ്മുടെ ആളുകൾ വളരെ വലിയ അളവിൽ പങ്കെടുത്തിട്ടുണ്ട്. രാജ: ജാവോ ജാക്കർ ഉൻസെ കഹോ, അവരോട് പറയുവിൻ, ജോ ഭാഗേഗ നഹിം, പോരാട്ടത്തിൽ ഓടിപ്പോകാതിരിക്കുന്നത് ആരാണോ, ഉസൈ ഇനാം ദിയാ ജായക, അവർക്ക് സമ്മാനം നൽകുമെന്നും പറയുക. ഉസ്ക രാജകീയ സമ്മാനം, അവർക്ക് രാജകീയമായ ആദരവ് കൊടുക്കുമെന്ന് പറയുക. ഇത് കേട്ടിട്ട് സൈനികവും കെ സാത്ത് ഹേമ കാ പ്രവേശ്, സൈനികരോടൊപ്പം ഹേമും പ്രവേശിക്കുകയാണ്. ഹേമു പറയാണ്, ആ ബന്ദി ഹേ, താങ്കൾ എന്താണ് ബന്ധിതനാണ്. അപ്പോൾ രാജ: സാവധാൻ ഹേം, ഹം യഹ് മത് ഫൂലോ കി മൈൻ രാജാഹു, ഇത് ഞാൻ രാജാവാണെന്ന് താങ്കൾ മറന്നു പോകരുത്, ശ്രദ്ധിക്കൂ ഹേമേ എന്ന് പറഞ്ഞു. ഹേമു പറയാം, രാജാക്കാധികാർ അപ്പനെ ഖോ ദിയാ ഹേ, രാജാധികാരം താങ്കൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഓർ ജനത കെ ദർബാർ മേം ആ അപരാധി ഹേ, ജനങ്ങളുടെ രാജസദസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ താങ്കൾ എന്താണ്, ഒരു അപരാധിയാണ്. ഉനീം കെ ഫൈസലേക്കാം പാലൻ കർണ ആയാഹും, അവരുടെ വിധി നടപ്പിലാക്കാനായിട്ടാണ് ആയാഹും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാജാവ് പറയാണ്, അപ്പനെ സിന്ധാരഹത്തെ മൈം ഐസാ നഹീം ഹോനെ ദൂങ്ക, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എന്തു ചെയ്തില്ല, ഇതൊന്നും ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയിലൂടെ 88-ാമത്തെ പേജിലെ ചരിത്രഗതി വിശേഷതയെയും ചോദ്യം ഒന്ന് വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ടിപ്പണിയിലേക്കും രാജ और വിദ്രോഹി നാടക രാജ ആപ്കോ കൈസലക, രാജാവിന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? രാജാക്ക് ചരിത്രഗതി വിശേഷത ഉങ്ക പരിചയ ദേത്തെ ഹുയെ, ചരിത്രഗതി വിശേഷതകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ടിപ്പണി ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ ചരിത്രഗതി വിശേഷതയമാണ് പറയുന്നത്. വളരെ ലളിതമായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, എല്ലാവരും നന്നായി പഠിക്കണം. രാജ और വിദ്രോഹി രവീന്ദ്രനാഥ് ടാഗോർ അംഗ്രേസ് മേ ലിഖാ ഹുവ നാടക ഹേ, അംഗ്രേസിൽ എഴുതപ്പെട്ട ടാഗോറിൻ്റെ നാടകമാണ് രാജ ഔർ വിദ്രോഹി. അമർ ഗോസ്വാമി ने इसका हिंदी में अनुवाद किया है, അമർ ഗോസ്വാമിയാണ് ഇത് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇത് ബച്ചോങ്ക നാടക, ഇതൊരു കുട്ടികളുടെ നാടകമാണ്. ഇസ്മീം
ഇതിൽ രാജ, മന്ത്രി, ന്യായാധീശ്, വിദ്രോഹി, ഹേമ് ആദി കൈ കഥാപാത്ര ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ലേക്കിൻ രാജ ഹി ഈസ് നാടക ക മുഖ്യ കഥാപാത്ര ഹേ. എന്നാൽ രാജാവാണ് ഈ നാടകത്തിലെ മുഖ്യമായ കഥാപാത്രം. വഹ് ഖുദ് ഖോ സബ്സെ ബഡ, അവൻ സ്വയം വലിയവനാണെന്നും അവർ ശക്തിശാലി മാൻതാഹെ, ശക്തിശാലിയാണെന്നും കരുതുന്നു. വഹ് അപ്പനി താക്കത്ത് പർ, അവൻ തൻ്റെ ആ താക്കത്ത് ധൈര്യത്തിൽ, ശക്തിയിൽ, താക്കത്തെന്ന് വെച്ചാൽ ശക്തിയാണ്, ശക്തിയിൽ ഖമ്മണ്ട് കർത്താവും അഹങ്കരിക്കുന്നു. അപ്പനെ ഭായതേക്കേലി, തൻ്റെ പ്രയോജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, ശത്രു ബനാനേക്കേലി ഭീ, ശത്രുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാണ്. വഹ് ആപ്പസി ശക്തി കാ ഉപയോഗ, അവൻ തൻ്റെ ശക്തിയുടെ ഉപയോഗം ലോകവും കൊണ്ടരാനെ, ആളുകളെ ഭയപ്പെടുത്താനും അവർ ദബാനേക്കേലി അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. ഉസേ യുദ്ധ പസന്ത്, അവന് യുദ്ധം വളരെ ഇഷ്ടമാണ്. വഹ് ജനവിരോധി ശാസകെ, അവനെ ഒരു ജനവിരോധി ശാസകനാണ്. സാരേ ലോകോങ്കോ അപ്പനെ സേവക സമച്ചിത്താഹെ, എല്ലാവരെയും തൻ്റെ സേവകന്മാരായിട്ട്, പരിചാരകന്മാരായിട്ട് കരുതുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കൂടുതൽ ചർച്ചകൾ നടത്താം. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നമസ്കാരം.